പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസമൊക്കെയും ദൈവം നമ്മളെ പരിപാലിച്ച വൻ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെ അറിയിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഓരോ ദിവസം ചെല്ലുന്തോറും കഷ്ടങ്ങളും ഭാരങ്ങളും തടസ്സങ്ങൾ പ്രയാസങ്ങളൊക്കെ കൂടി വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? പ്രാർത്ഥിക്കും തോറും കഷ്ടങ്ങൾ കൂടി വരുന്നതെന്ന് നാം എല്ലാവരും ചിന്തിക്കുന്നു. അല്ലെങ്കിൽ വിടുതൽ കാണുന്നില്ല, എൻ്റെ വിഷയത്തിന് വിടുതലായില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ എത്തി വന്നിരിക്കുന്നത്. യുദ്ധം വരുമ്പോൾ രാജ്യം തൻ്റെ സൈനികരെയാണ് ശക്തിപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ദൈവം തൻ്റെ മക്കളെ ഈ ദിവസങ്ങൾ ശക്തിപ്പെടുത്തുന്ന ദിവസങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ദൈവം നമ്മളെ വിളിച്ച വിളിയെക്കുറിച്ചാണ് സംസാരിച്ചത്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് രാജകീയ പുരോഹിതവർഗമായിട്ടാണ്. 3 വലിയ പദവികളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. 1 പുത്രത്വം, 2 രാജത്വം, 3 പൗരോഹിത്യം. അപ്പോൾ പുരോഹിതൻ്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. 1 പത്രോസിൻ്റെ ലേഖനം 2 മുതൽ 9 വരെയുള്ള 2:9. അതുപോലെ 9 വായിക്കുമ്പോൾ, നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു രാജകീയ പുരോഹിത വർഗമാണ്. ഇനി എന്താണ് പുരോഹിതൻ്റെ ഡ്യൂട്ടി എന്ന് നമുക്ക് നോക്കാം. ഒരു പുരോഹിതൻ്റെ ജോലി എന്ന് പറയുന്നത് യാഗം കഴിക്കുക എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം. അത് എബ്രായ ലേഖനത്തിലും പറയുന്നുണ്ട്. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് പുരോഹിതനും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏത് പുരോഹിതനും മനുഷ്യർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ യാഗം കഴിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അത് പഴയ നിയമത്തിലെ യാഗങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. ന്യായപ്രമാണ പ്രകാരമുള്ള യാഗങ്ങൾ എന്ന് പറയുന്നത് അത് ആട്, മാട്, കാള, പക്ഷി, പിന്നെ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയുള്ള വസ്തുക്കളെയാണ് യാഗമായി അർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വക യാഗങ്ങൾ കൊണ്ടൊന്നും മനസ്സാക്ഷിക്ക് ഒരു പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിവുള്ളതല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഏക യാഗത്താൽ മനസ്സാക്ഷിക്ക് പൂർണ്ണ സമാധാനം വരുത്തുന്ന ഒരു യാഗമാണ് യേശു കർത്താവ് ക്രൂസിൽ നമുക്ക് വേണ്ടി നിർവഹിച്ചത്. നമ്മളെ വിളിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഒരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവരെ യേശുക്രിസ്തു വിളിച്ച് വേർതിരിച്ച് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ നമ്മളെ പണിയപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 4-ാം വാക്യത്തിൽ, ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നമ്മളും ജീവനുള്ള കല്ലുകൾ എന്നപോലെ പിതാവായ ദൈവത്തിന് ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാക്കി നമ്മളെ പണിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിളി കിട്ടിയ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കൊരു പണിയുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന് ഇവിടെ ജഡത്തിൽ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ പിതാവ് എങ്ങനെയാണ് പണിതതെന്ന് നമുക്ക് നോക്കാം. അവനെ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർക്ക് രക്ഷാപൂർത്തി വരുത്തുവാൻ കാരണഭൂതനായി തീർന്നുവെന്ന എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പം തന്നെ കഷ്ടങ്ങളാൽ അനുസരണം പഠിപ്പിക്കുകയായിരുന്നു. അത് തികഞ്ഞവനായി, ക്രൂസിലെ അനുസരണത്തോളം യേശു അനുസരണമുള്ളവനായി തീർന്നു. അപ്പം അങ്ങനെ അനുസരണം പഠിച്ച് തികഞ്ഞവനാക്കി തീർത്ത പുത്രൻ്റെ അടുക്കിലേക്ക് ഒരു വ്യക്തി നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളെയും ദൈവം അതുപോലെയുള്ള ഒരു ജീവനുള്ള കല്ലാക്കി പണിയുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തേജസ്സുള്ളതാക്കി നമ്മളെ മാറ്റുക. ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളെയും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ രാജകീയ പുരോഹിതവർഗമാക്കി പണിയുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കേണ്ടുന്ന യാഗം എന്ന് പറയുന്നത് ആത്മീയ യാഗമാണ്. യേശു തന്നെ ശമരിയക്കാരത്തി സ്ത്രീയോട് യോഹന്നാൻ്റെ സുവിശേഷം 4:24 പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആരാധിക്കുന്നവർ, പിതാവിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന യാഗം ഒരു വസ്തുക്കളെ കൊണ്ടല്ല, ആത്മീയ യാഗം, ആത്മീയമായ ആരാധനയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരേണ്ടത്. നമ്മൾ കഴിക്കുന്ന യാഗം എന്ന് പറയുന്നത് ആത്മീയ യാഗമാണ്. അത് പൗലോസ് റോമാ ലേഖനം
12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തൊട്ട് പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പേൻ. അപ്പം നമുക്ക് ഒരു പണി ഉണ്ടെന്ന് പറഞ്ഞത് നമ്മുടെ ശരീരങ്ങളെയാണ് ഇവിടെ സമർപ്പിക്കുന്നത്. എന്തിനാണ് നമ്മുടെ ശരീരങ്ങളെ യാഗമായി അർപ്പിച്ചു കൊടുക്കുന്നത്? നമ്മുടെ പഴയ മനുഷ്യൻ നമ്മുടെ രക്ഷിക്കപ്പെട്ട ദൈവസേനയിൽ കടന്നു വന്നപ്പോൾ നമ്മുടെ ആത്മാവ് മാത്രം വിശുദ്ധീകരിക്കപ്പെട്ടതായി ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും കൂടെ ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. എന്നാൽ നമ്മുടെ പഴയ മനുഷ്യൻ ദേഹിയും ശരീരവും പഴയ സ്വഭാവത്തിൽ, പഴയ മനസ്സാക്ഷിയിലാണ് നമ്മുടെ ദേഹി ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ യാഗമായി ദൈവസേനയിൽ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ പഴയ മനുഷ്യനെ ആത്മാവിൻ്റെ ഹിതം പോലെ ഒരു പണി നമ്മളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, കഷ്ടങ്ങളാൽ അവൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കും, നമ്മൾ ഇവിടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നിട്ട് എന്താണ് എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, കഷ്ടങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ, തടസ്സങ്ങളാണ്. എന്ന് വെച്ചാൽ പഴയ ചിന്തയിൽ കൂടി, പഴയ ആലോചന പ്രകാരം അനുസരണക്കേടിൻ്റെ ആത്മാവിൻ്റെ അധിപതിയായവൻ്റെ ആലോചന പ്രകാരം ജീവിച്ചിരുന്ന ഒരു പഴയ മനുഷ്യൻ, ഒരു ദേഹിയും ശരീരവുമാണ് എനിക്കുള്ളത്. അതിൻ്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകാൻ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്നതുകൊണ്ട് ആ ജീവിതത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് കഷ്ടമായിട്ട്, വിടുതലില്ലാതായിട്ട് ഇന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? അതിനാണ് യാഗമായി സമർപ്പിക്കുക എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ കഷ്ടത എന്തുണ്ടാക്കും? നമുക്ക് സഹിഷ്ണുതയെ തരും. അപ്പോൾ സഹിഷ്ണുതയാണ് നമുക്ക് ഈ അനുസരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. സഹിഷ്ണുതയുള്ളവർക്ക് സിദ്ധതയുണ്ടാകും, സിദ്ധതയുള്ളവർക്ക് പ്രത്യാശയുണ്ടാകുന്നു, പ്രത്യാശ എന്തിലേക്ക് നമ്മളെ നടത്തുന്നത്? തേജസ്സിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വരുന്ന ഒരു കല്ലായിട്ടാണ് നമ്മളെ ഉപമിച്ചിരിക്കുന്നത്, ഒരു ജീവനുള്ള കല്ലാക്കി തീർക്കണമെന്ന്. അപ്പോൾ നമ്മൾ കടന്നു വരുമ്പോൾ പൗരോഹിത്യ ശുശ്രൂഷ കർത്താവ് ചെയ്തതുപോലെ തൻ്റെ മക്കളെ കൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യിപ്പാൻ തക്കവണ്ണം തേജസ്സുള്ളതാക്കി തീർക്കുക. കഷ്ടങ്ങളിൽ കൂടി നാം അനുസരണം പഠിച്ച് വചനമനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യനെ അതിൻ്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയ മനുഷ്യൻ, അകത്തെ മനുഷ്യനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇഷ്ടം പോലെ വചനം അനുസരിക്കുന്ന പുതിയ വചനം നമ്മളിലേക്ക് തന്ന് ആ വചനപ്രകാരം പണിതെടുക്കുന്ന ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുക. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരങ്ങളെ തന്നെ ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാൻ പറഞ്ഞത്. ഒരു യാഗവസ്തുവിനെ അല്ല അവിടെ കൊണ്ടുവച്ച് നമ്മുടെ പാപങ്ങൾ അതിനോട് ഏറ്റുപറഞ്ഞ് അതിൽ നിന്നുള്ള മോചനമല്ല നമുക്ക് ഇപ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കുന്നത്. നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സന്നയിൽ യാഗമായി സമർപ്പിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടി വ്യാപരിച്ച് ആത്മാവിൻ്റെ ശക്തിയാൽ പഴയ മനുഷ്യൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരമുള്ള പുതിയ മനുഷ്യനെ ധരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ പുതു മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനാണ് നമ്മുടെ ജീവിതത്തിൽ അനുസരണം വരുത്തേണ്ടതിന്. അനുസരണക്കേടാണ് നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കുക, അതാണ് നമ്മൾ അതിക്രമം എന്ന് പറയുന്നത്, അകൃത്യം എന്ന് പറയുന്നത്. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു എന്നാ യെശയ്യാ 53 പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ആരുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു? പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, നാം ഇപ്പോൾ മടങ്ങി നമ്മുടെ ആത്മാക്കളുടെ ഉടയവൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നു. നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധിച്ചതുപോലെ പോകുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. പഴയ നിയമത്തിൽ അവർ ബോധിച്ച പോലെ നടന്നപ്പോഴാണ് ദൈവത്തിൻ്റെ ഭരണത്തിൽ നിന്ന് അവർ മാറിപ്പോയത്. അതുകൊണ്ട് അവർക്ക് അടിമത്തത്തിലേക്ക് പോകേണ്ടി വന്നു. ഇന്നും നമ്മൾ പല അടിമത്ത നുഖത്തിനകത്ത് അകപ്പെട്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ കഴിയാത്ത ഒരു പഴയ മനുഷ്യൻ നമുക്ക് തന്നെ ഉണ്ട്. നമുക്ക് നമ്മുടെ ശരീരം, ദേഹിയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദേഹി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാതെ വരുമ്പോൾ നമ്മൾ അടിമത്ത നുഖത്തിലേക്ക് പോകുന്നത്. കാരണം അനുസരണക്കേടാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് ഈ അനുസരണക്കേട്, അതിക്രമമൊക്കെയും കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി വഹിച്ചു. പക്ഷേ ഇന്ന് നമ്മൾ യാഗമായി തീരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? യാഗമായി തീരുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടി വെളിപ്പെടുത്തി തരുമ്പോൾ അതിനെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അതിനെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ആ യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് കഴുകൽ പ്രാപിച്ച് നമുക്ക് പുതിയ മനുഷ്യനെ ധരിക്കുക, പുതിയ വചനം, അടുത്ത അനുസരണത്തിൻ്റെ വചനം നമ്മൾ അനുസരിച്ച് പുതിയ തേജസ് അറിവ് നമ്മളിൽ വർദ്ധിച്ചു വരുന്നതായി തീരും.
അപ്പോൾ ഇത് നമ്മളെ ഓരോരുത്തരെയും പണിയുന്ന ഒരു പണിയാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തേജസ് നിറഞ്ഞവനാണ്, എന്നാൽ അറിവ് പരിജ്ഞാനം നിറഞ്ഞവനാണ്. അപ്പോൾ ആ തേജസ്സിനായ അവൻ്റെ അടുക്കൽ വരുമ്പോൾ നമ്മളും തേജസ് വർദ്ധിപ്പിച്ച് വരിക. ഓരോ ദിവസവും നമ്മളെ അനുസരണത്തിൽ കൂടി കർത്താവ് നടത്തുമ്പോൾ, അല്ലെ ഓരോ ആത്മീയ ആരാധനയിലും പ്രാർത്ഥനയിലും നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ നമ്മൾ തേജസ് വർദ്ധിച്ച് വരുന്നവരായി തീരുക. അങ്ങനെ നമ്മളെ തന്നെ പണിയുകയും അങ്ങനെ തേജസ്സുള്ള ഓരോ ജീവനുള്ള കല്ലുകളെ കൂട്ടിച്ചേർത്ത് ഒരു ദേശത്ത് നിർത്തുന്നതിനെയാണ് ഒരു സഭ എന്ന് പറയുന്നത്, അല്ലെ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടം എന്ന് പറയുന്നത്. നമ്മളിൽ നിന്ന് തേജസ്സുള്ള നമ്മളിൽ നിന്ന് അല്ലെ സഭയിൽ നിന്ന് ഒഴുകുന്ന ഈ ആത്മീയ ആരാധന അല്ലെ ആത്മീയ യാഗത്തിനാണ് ജീവജലത്തിൻ്റെ നദികൾ എന്ന് പറയുന്നത്. അതാണ് ജീവങ്കലേക്ക് നടത്തുന്നത്. അത് നമുക്ക് ജീവൻ, നമ്മുടെ കുടുംബത്തിനകത്ത് ജീവൻ, നമ്മുടെ സഭയ്ക്കകത്ത് ജീവൻ, നമ്മുടെ ദേശത്തേക്ക് ജീവൻ പകർന്നു കൊടുക്കുന്ന ജീവജലത്തിൻ്റെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോ ദേശത്തും ദൈവം പുരോഹിതന്മാരെ വിളിച്ചിട്ടുണ്ട്, പുത്രന്മാരെ വിളിച്ചിട്ടുണ്ട്, രാജാക്കന്മാരെ വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഓരോ വ്യക്തിയിൽ തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മളെ ഓരോ വ്യക്തികളെ ഒരു ദേശത്തു നിന്ന് വിളിച്ച് ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് ആരാധിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ആരാധിക്കുമ്പോഴും, അല്ലെ ഈ യാഗം കഴിക്കുമ്പോഴും നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഈ ആത്മീയ ആരാധനയിൽ കൂടി ദേശത്തിന് വിടുതലുണ്ടാകുന്നു, നമുക്ക് തന്നെ വിടുതലുണ്ടാകുന്നു. അല്ലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകി ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ ജീവിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു യാഗപീഠമാക്കിയാണ് ഒരു സഭയെ ദൈവം ഒരു ദേശത്ത് നിർത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനിറങ്ങുവാനും ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിദീപങ്ങൾ നമ്മളായിത്തീരുവാനും ആത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയായിത്തീരുവാനും ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ദേശം, അവിടെ ദേശത്ത് സമാധാനം ഉണ്ടാകും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവിടെ സമാധാനത്തിൻ്റെ നദി ഉണ്ടാകും, ജീവനുണ്ടാകും, സ്വസ്ഥതയുണ്ടാകും. ഈ യാഗപീഠത്തിലെ തീ കത്തിക്കൊണ്ടിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിൽ തന്നെയും നിങ്ങളുടെ അരമുറുക്കിയും തീ കത്തിയും കൊണ്ടിരിക്കട്ടെ. നമ്മൾ ദേശത്തിൻ്റെ വിളക്കാണ്. അല്ലെ ഒരു ഭവനത്തിൽ നമ്മളെ വിളിച്ച് അനേക പ്രതികൂലങ്ങളുള്ള ഒരു ഭവനത്തിൽ നിന്നാണ് കർത്താവ് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഞാൻ വളരെ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ ദൈവത്തോട് നിലവിളിച്ചു. അങ്ങനെ കർത്താവ് ദൈവസഭയിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് പിന്നെ കർത്താവ് നമുക്ക് പകർന്നു തരുന്നത് ഈ പരിശുദ്ധാത്മാവിനെയാണ് നമ്മുടെ ഉള്ളിൽ പകർന്നു തരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവിന് ജീവൻ പ്രാപിച്ചു. ജീവൻ പ്രാപിച്ച് ആത്മാവ് വചനത്തിൻ്റെ ദാഹത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. ആ വചനത്തിൻ്റെ ദാഹത്തിലേക്ക് കൊണ്ടുവരുന്നത് വചനമെന്ന മായമില്ലാത്ത നമ്മൾ പാൽ കുടിച്ച് അത് വളർച്ച പ്രാപിക്കുക. എന്നാൽ എന്നും ഇങ്ങനെ പാൽ കുടിച്ച് ശിശുവായിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ശിശുവിനെ കൊണ്ട് ഒരു അധികാരത്തിൻ്റെ ശുശ്രൂഷകൾ ഒന്നും ചെയ്തെടുക്കാൻ കഴിയത്തില്ല. ഒരു രാജകീയ ശുശ്രൂഷയോ ഒരു പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷയോ അല്ലെങ്കിൽ ഒരു പുത്രത്വത്തിൻ്റെ ശുശ്രൂഷയോ ഒന്നും രാജ്യത്തിൻ്റേതായിട്ടുള്ള ഒരു അധികാരത്തിൻ്റെ ശുശ്രൂഷയോ ഒരു ശിശുവിനെ കൊണ്ട് ചെയ്തെടുക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ശിശുവായിരിക്കാനല്ല, ശിശുക്കൾക്കാണ് പാല് കൊടുക്കുന്നത്. കാരണം ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ശരിയാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവസഭയിൽ കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷപാതം ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അത് ഇവിടെ എബ്രായലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പാൽ കുടിക്കുന്നവനൊക്കെയും ദൈവവചനത്തിൽ അല്ലെ നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്രയെന്നും അവനെ ഒന്നും ഏൽപ്പിക്കാൻ കഴിയത്തില്ല. അതിനവരെ എന്ത് ചെയ്യണം, കട്ടിയായുള്ള ആഹാരം തരണമെന്നുണ്ടെങ്കിൽ അല്ലെ അധികാരങ്ങൾ അവകാശങ്ങളെ കയ്യിൽ ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെ പ്രായം തികഞ്ഞ് തഴക്കത്താൽ ഇന്ദ്രിയജയം പ്രാപിച്ചവർക്ക് കഴിയത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ പ്രായം തികയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെ ക്രിസ്തുവിൻ്റെ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം നമ്മൾക്ക് ചില പണികളുണ്ട്. അത് എഫെസ്യ ലേഖനം 4:12 തൊട്ട് വായിക്കുമ്പോൾ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ സഭയ്ക്കകത്ത് കൊടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ദാനങ്ങളായ ഈ ദൈവദാസന്മാരിൽ കൂടി നമുക്കൊരു ആത്മീക വളർച്ച പ്രാപിക്കേണ്ടതുണ്ട്. ഈ വളർച്ച എത്തി ക്രിസ്തുവിൻ്റെ തലയോളം വളർച്ച പ്രാപിച്ചവർക്ക് മാത്രമേ കട്ടിയായുള്ള ആഹാരത്തെ തന്ന് ഒരു അധികാരം കയ്യിലേൽപ്പിക്കാൻ ചെയ്യത്തുള്ളൂ. ഇന്ന് പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ദേശത്തെല്ലാം ജാതികളുടെ ഭരണം നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ജാതികൾ? ആ ദൈവത്തെ അനുസരിക്കാത്ത ആകാശ സൈന്യങ്ങളെ സേവിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികളെക്കുറിച്ചാണ് ജാതികൾ എന്ന് ദൈവം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരിൽ കൂടി അവരെ അനുസരിച്ച്
അനേക ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന, അത് ദൈവത്തിനും ദൈവിക ഭരണത്തിനും ദൈവരാജ്യത്തിനും വിരുദ്ധമായി അതിൻ്റേതായിട്ടുള്ള ദോഷഫലങ്ങൾ സൃഷ്ടിക്കുന്ന അനേക ആത്മാക്കൾ, അല്ലെ അശുദ്ധാത്മാക്കൾ ദേശത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെയും മനുഷ്യരുടെ മേൽ വ്യാപരിക്കുന്നു. അങ്ങനെയാണ് രോഗങ്ങൾ, പലതരമായ രോഗങ്ങൾ, കഠിനമായ രോഗങ്ങൾ, സൗഖ്യമാകാത്ത ചില രോഗങ്ങൾ, സൗഖ്യമില്ലാത്തതും മനുഷ്യനെ ദണ്ഡിപ്പിക്കുന്നതുമായ രോഗങ്ങൾ, വ്യാധികൾ, അശുദ്ധാത്മാക്കൾ, ഭൂതബാധിതർ, അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നഷ്ടങ്ങൾ, കുഞ്ഞുങ്ങളൊക്കെ ദൈവസേനയിൽ അകന്നു പോകുന്ന അവസ്ഥ, ദൈവത്തെ അവർക്ക് ആരാധിക്കാൻ കഴിയാതെ അവരുടെ ഹൃദയത്തെ അടച്ചു വെക്കുന്ന അവസ്ഥകൾ, കുരുട്ട് കണ്ണുകളെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ കിടക്കുന്നവരെ വിടുവിക്കുവാൻ നമ്മൾ അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ചില ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഉന്നത പദവിയിലേക്ക് കടന്നു ചെന്ന അധികാരങ്ങളെ പ്രാപിച്ചെടുത്തവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ ജീവിക്കുന്ന എന്ന് പറഞ്ഞാൽ ചില അഡിക്ഷനിൽ ജീവിക്കുന്നവർ, മദ്യപാനത്തിൻ്റെ ശക്തി, ദുർനടപ്പിൻ്റെ ശക്തി, ഇങ്ങനെയുള്ള വ്യഭിചാരത്തിൻ്റെ ശക്തി, ഇങ്ങനെയുള്ള ശക്തിയാൽ അടിമപ്പെട്ട്, അല്ലെ മരുന്നിന് അടിമപ്പെട്ട് കിടക്കുക, പിന്നെ ഭിന്നതയുണ്ടാക്കുക, പ്രാകൃതന്മാർ, ദൈവത്തെ അനുസരിക്കാത്തവർ, ഇങ്ങനെയുള്ളവരെയൊക്കെ വിടുവിക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ ഒരു ശിശുവിനെ കൊണ്ടത് സാധിക്കത്തില്ല. കാരണം ഇത് ഒരു ചെറിയ പൗരോഹിത്യ ശുശ്രൂഷ അല്ല. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു ആത്മീയ യാഗമായി ഞാൻ തീരണം. എൻ്റെ പഴയ മനുഷ്യന് ആ സ്വഭാവത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഞാൻ പക്ഷപാതം ചെയ്യുമ്പോൾ എന്നിലും അങ്ങനെയുള്ള സ്വഭാവങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്വഭാവത്തെ എനിക്ക് വിടുവിക്കാൻ കഴിയത്തില്ല. ഒരു മദ്യപാനത്തിലോ അല്ല ഞാനൊരു രോഗത്തിലാണ് കിടക്കുന്നവർ, ഞാനൊരു രോഗിയായി ആ രോഗത്തിന് അടിമയായിരിക്കുമ്പോൾ എനിക്ക് ആ രോഗത്തിൽ നിന്ന് ജയം കിട്ടുവോളം എനിക്ക് വേറൊരു രോഗിയെ സൗഖ്യമാക്കുവാൻ കഴിയത്തില്ല. അപ്പം ഞാനൊരു ക്യാൻസർ രോഗത്താൽ ബാധിക്കപ്പെട്ട് ഞാൻ ചികിത്സയിൽ കിടക്കുമ്പോൾ എനിക്ക് വേറൊരു രോഗിയെ സൗഖ്യമാക്കാൻ കഴിയത്തില്ല. എന്നാൽ ഞാൻ അതിൻ്റെ പിന്നിൽ വ്യാപരിച്ച ശക്തിയെ ജയിച്ച് ഞാൻ ജയാളിയായി കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് കൂടെ ചേർന്ന് എനിക്ക് ആ രോഗത്താൽ ബാധിക്കപ്പെട്ട് കിടക്കുന്നവരെ വിടുവിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇന്ന് ഈ കാലയളവിൽ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു വിഷയമാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ കർത്താവ് നമ്മളെ അങ്ങനൊരു സഭ അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വിളക്ക് കത്തിച്ച് നിൽക്കുന്ന പോലെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദേശത്തിൻ്റെ വിളക്കാണ്. അല്ലെങ്കിൽ ഒരു വീടിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിൽ കീഴിലോ അല്ല വെക്കേണ്ടത്, അത് തണ്ടിന്മേൽ വെച്ച് വീട്ടിലുള്ളവർക്ക് പ്രകാശിക്കണം. അപ്പോൾ ഒരു വ്യക്തിയെ എന്നെ ഇപ്പം വിളിച്ചെങ്കിൽ ഞാൻ ആ വീട്ടിൽ പ്രകാശം കൊടുക്കണം. അപ്പോൾ സഭയായി ഇങ്ങനെയുള്ള തേജസ്സേറിയ കല്ലുകളെ കൂട്ടിച്ചേർത്താണ് ദൈവത്തിൻ്റെ യാഗപീഠം പണിയുന്നത്. ആ യാഗപീഠത്തിൽ നിന്ന് ഒഴുകുന്ന ജീവജലത്തിൻ്റെ നദികൾ അത് ദേശത്തേക്ക് ഒഴുകും. ആ ദേശത്തേക്ക് ഒഴുകുമ്പോൾ അവിടെയുള്ള അശുദ്ധാത്മാക്കൾ വിട്ടുമാറും, രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുമാറും, ജനത്തിന് സമാധാനം ഉണ്ടാകാനും ഇടയാകും. ഇതാണ് പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച്. എല്ലാ ദേശത്തും ദൈവം ഒരു യാഗപീഠങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ യാഗപീഠത്തിൽ കടന്നു വരുന്നവർ ഐക്യതയോടെ ആയിരിക്കണം യാഗം അർപ്പിക്കേണ്ടത്. ഏകമായനാൽ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇങ്ങനെ അനേക വിടുതലുകൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ സഭയുടെ ജീവിതത്തിലും ആയിരുന്ന സഭകളിലൊക്കെയും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. ഇങ്ങനെയുള്ള ആത്മീയ ആരാധനയിലും പക്ഷപാതത്തിലും കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയിലും കൂടെ അനേക വിടുതലുകൾ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. എൻ്റെ വലിയ രോഗങ്ങളിൽ നിന്നുള്ള വിടുതൽ, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നുള്ള വിടുതൽ, അതുപോലെ മദ്യപാനം, കുഞ്ഞുങ്ങളുടെ വിടുതലുകൾ, മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥകൾ, തടസ്സങ്ങൾ, എല്ലാത്തിൽ നിന്നും വിടുതലൊക്കെ പ്രാപിച്ചത് ഈ കൂട്ടായ്മയിലും ആരാധനയിലും ഈ യാഗത്തിലാണ്. ഈ യാഗം ദൈവം പ്രസാദിക്കുന്ന യാഗമായി തീരണം. അതോടൊപ്പം ദൈവം നമ്മളെ തന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ പുരോഹിതന്മാരും വെടിപ്പുള്ളവരായിരിക്കണം. ആ വെടിപ്പുള്ള വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്ത്രം അലക്കി വെടിപ്പാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരങ്ങളെ തന്നെ വെടിപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പുരോഹിതന്മാരുടെ ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ യാഗമായി സമർപ്പിക്കുകയും ഈ ജീവൻ ദേശത്തേക്കൊഴുകി മറ്റുള്ളവർക്ക് അത് വിടുതലായി തീരുകയും ചെയ്യുന്നതിനായി ആയിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ ദൈവസേനയിൽ ഇവിടെ ഈ ഒരു പ്രാർത്ഥനാലയമായി ഇവിടെ ഞങ്ങൾ പുതുപ്പള്ളിയിൽ
ആഞ്ഞിലോളം എന്ന ദേശത്ത് ഒരു പ്രാർത്ഥനാലയത്തെ ഇത് ഞങ്ങളായിട്ട് തുടങ്ങിയതല്ല. ഇങ്ങനെയുള്ള വളരെ കഷ്ടങ്ങൾ കൂടി കടന്നു പോയപ്പോൾ വർഷങ്ങൾ കൊണ്ട് ദൈവം പഠിപ്പിച്ച് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ കൂടി എല്ലാം കടത്തിവിട്ട് അങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് അതോടൊപ്പം തന്നെ അനേകർ ഇവിടെ വന്ന് ഇതുപോലെയുള്ള വിഷയത്തിന് വിടുതൽ പ്രാപിക്കുകയും ചെയ്തുകൊണ്ട് പോയതാണ്. അങ്ങനെ ഒരു പ്രാർത്ഥനാലയമാണ് ഇത്. അതുകൊണ്ട് നിങ്ങൾക്കും ഇങ്ങനെയുള്ള ഏത് തടസ്സങ്ങൾ, ഇപ്പോൾ ആയിരിക്കുന്ന കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, മുമ്പോട്ട് പോകാൻ കഴിയാത്ത തടസ്സങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടുവിക്കാൻ നിങ്ങൾക്കൊരു കൂട്ടായ്മ തരാൻ വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക. അതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ വെള്ളിയാഴ്ച സഭയുടേതായിട്ടുള്ള പ്രാർത്ഥനകളും ദേശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഇതുപോലെയുള്ള വിടുതലിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും നടക്കുന്നുണ്ട്. ഞായറാഴ്ച ഇവിടെ ആരാധനയുണ്ട്. നിങ്ങൾക്ക് സന്തോഷത്തോടെ കടന്നു വരിക. ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുകയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള ഏതെങ്കിലും തടസ്സങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നുവെങ്കിൽ എന്താണ് നിങ്ങളുടെ തടസ്സങ്ങളുടെ പിറകിലത്തെ കാര്യമെന്ന് കണ്ടുപിടിച്ച് അത് വചനം നമ്മൾ എവിടേക്കോ അനുസരിക്കാതെയോ എങ്ങനെയോ നമുക്ക് വളർച്ചയില്ലാതെയോ പോയ അവസ്ഥകളാണ്. അതിനെ കണ്ടുപിടിക്കുകയും നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആത്മീയമായ വളർച്ചയും നിങ്ങൾക്ക് ശക്തിയും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ ബന്ധപ്പെടുക. ഈ എപ്പിസോഡുകളൊക്കെ നിങ്ങൾ കണ്ടുവല്ലോ. ഇനിയും അത് നിങ്ങളുടെ കൂട്ടുകാർക്കും പ്രെയർ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു.